ശ്രീമതി പത്മിനി തോമസ്, ഇതിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇതിപ്പോൾ കേന്ദ്രം പറഞ്ഞിട്ടും കോടതി പറഞ്ഞിട്ടും അത്ലറ്റിക് ഫെഡറേഷൻ നടപ്പാക്കുകയാണെങ്കിൽ, നടപ്പാക്കുമെന്ന് ഉറപ്പ് ആർക്കുമില്ല, ചിത്രയ്ക്കുമില്ല. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ന്യായമാണ് അത്ലറ്റിക് ഫെഡറേഷന് മുന്നോട്ട് വയ്ക്കാനാവുക? അത്ലറ്റിക് ഫെഡറേഷനെ ഇനി ഒന്നും തന്നെ മുൻപോട്ട് വെക്കാനായിട്ടുള്ള കാര്യമില്ല. കാര്യം ഈ കോടതി വിധി വന്നതിന് ശേഷം മാത്രമാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് പോലും, കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് പോലും. കാര്യം എപ്പോഴും എന്തെങ്കിലും ഒരു തെറ്റുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിനെ അത് ന്യായീകരിച്ച് ശരിയാണ് എന്നുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞ് ഗുണ്ടൂരിലെ മത്സരം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയാണ്. പക്ഷേ അതല്ല, എങ്ങനെയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്യൂ ചിത്ര ലോക മീറ്റിന് പോകണമെന്നാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ എന്നുവെച്ചാൽ കൊച്ചുകുട്ടിയാണ്. കൂടുതൽ ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഷ്യൻ ഗെയിംസിനും ഒളിമ്പിക്സിനും ഒക്കെ പോകേണ്ടതാണ്, മെഡലുകൾ നേടേണ്ടതാണ്. ഇന്ന് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു. പക്ഷേ വളരെ ബോൾഡായിട്ടാണ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും പ്രാക്ടീസ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ മെൻ്റലി ഒന്നും മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളും സങ്കടമുണ്ട് എങ്കിൽ കൂടെ തന്നെ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിത്ര, ഇന്ന് രാവിലെയാണ് ഊട്ടിയിൽ നിന്ന് തിരിച്ചെത്തിയത്. പരിശീലനം തുടരുകയായിരുന്നു ഈ വിവാദങ്ങൾക്കിടയിലും. പക്ഷേ ഇതിപ്പോൾ കോടതി വിധി നേടിക്കൊണ്ട് ഒരു മത്സരത്തിൽ യോഗ്യത നേടുക എന്നത് എത്രത്തോളം ഇനി സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്? ഇനി അങ്ങോട്ട് ഓരോ മത്സരങ്ങളും വിജയിച്ചു കാണിക്കുക എന്നൊരു വെല്ലുവിളി കൂടി ചിത്രം നേരിടുന്നില്ലേ? ഇതിപ്പോൾ അത്ലറ്റിക് ഫെഡറേഷനുമായി കൊമ്പ് കോർത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഈ കായിക ഇനത്തിൽ മുന്നോട്ടുള്ള പാത എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും ചിത്രയ്ക്ക്? ഒരു അത്ലറ്റിന് കോടതി വരെ എത്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക, അതൊക്കെ ഒരു മാനസികമായി ഒരു സങ്കടമാണ്. എന്നാലും എനിക്കിനി ഈ മീറ്റിൽ സെലക്ഷൻ ലഭിച്ചില്ലെങ്കിലും ഞാൻ സ്പോർട്സ് തുടരും, നന്നായി ചെയ്യും. അടുത്ത മീറ്റിൽ ഇതിലും നല്ല ടൈം ചെയ്യാൻ ശ്രമിക്കും. സിജിൻ, ഇതിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തുടർച്ച ഇങ്ങനെ കോടതിയിലേക്ക് വിഷയവുമായി പോയി ചിത്ര എന്നുള്ളത് ചിത്രയ്ക്ക് അങ്ങോട്ട് മുന്നോട്ടുള്ള പാതയ്ക്ക് ഒരു തടസ്സമാകുമോ? അങ്ങനെ ഒരു ഭയമുണ്ടോ കോച്ച് എന്ന നിലയ്ക്ക് താങ്കൾക്ക്? തീർച്ചയായും അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മളുടെ ഭാഗം നീതി അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോടതിയെ സമീപിച്ചത്. അത് ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതല്ലാതെ അതിനപ്പുറം നമ്മളതിന് വേറൊരു ആംഗിളിൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ താങ്കളുടെ ഭാഗത്തു നിന്ന് തന്നെ നേരത്തെ വന്നിട്ടുള്ള പ്രതികരണം, കായിക കേരളത്തിന്റെ ശക്തമായ പിന്തുണയും ഹൈക്കോടതി വിധിയും ചേർന്നാണ് നീതി ഉറപ്പാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. മലയാളികൾ തന്നെ ഒരു കായിക താരത്തോടും കാട്ടാത്ത ക്രൂരതയ്ക്ക് കൂട്ടുനിന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. PT ഉഷയും അഞ്ജുവിനെയും ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണല്ലോ. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? കാരണം അവർ സെലക്ഷൻ കമ്മിറ്റിയിലില്ല, അവർ നിരീക്ഷകർ മാത്രമാണ്. അഞ്ജു ആകട്ടെ ഇതിന് പോയിട്ടുമില്ല, ഈ നിരീക്ഷണ കമ്മിറ്റിയിലുണ്ടെങ്കിലും പോയിട്ടുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് ശരിയായില്ല എന്നൊരു തോന്നൽ ഉണ്ടാകേണ്ടതല്ലേ? വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല. സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഡെപ്യൂട്ടി കോച്ച് രാധാകൃഷ്ണൻ സാർ അതിനകത്തുണ്ടായിരുന്നു. സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് കൂടിയ സമയത്ത് രാധാകൃഷ്ണൻ സാർ അതിനകത്തുണ്ടായിരുന്നു, ഉഷ മാഡം ഉണ്ടായിരുന്നു. അവർക്കറിയാം 20-ാം തീയതി ടീം ലിസ്റ്റ് ഇടുന്ന സമയത്ത് ചിത്ര അതിനകത്തില്ല എന്നുള്ളത്. പക്ഷേ അത് സംസ്ഥാന അസോസിയേഷനെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ അറിയിക്കാൻ അവർ തയ്യാറായില്ല. നമ്മൾ ആ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആ കാര്യം അന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 24-ാം തീയതി എൻട്രി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇടപെട്ട് അത് എൻട്രി കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് 20-ാം തീയതി ടീം ലിസ്റ്റ് അല്ലെങ്കിൽ ടീം സെലക്ഷൻ കമ്മിറ്റി കൂടിയ ശേഷം 23-ാം തീയതി വൈകുന്നേരമാണ് ഇവർ ടീം അനൗൺസ് ചെയ്യുന്നത്. അപ്പം ഈ 20-ാം തീയതി ചേർന്നിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായ നമ്മുടെ എല്ലാവർക്കും ഇത് ചിത്രമില്ല എന്നുള്ളത് അറിയാമായിരുന്നു. അത് പറയാത്തതിനാണ് നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോസിയേഷനെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ കൗൺസിലിനെയോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട നടപടികൾ എടുക്കാനും ചിത്രയെ പങ്കെടുപ്പിക്കാനും കഴിയുമായിരുന്നു. ശ്രീ വിശ്വനാഥൻ, ഇതിപ്പോൾ ചിത്ര മാത്രമല്ല, സുധാ സിംഗ് ഉണ്ട്, അജയ് കുമാർ സരോജ്, ഇവരും ഇതേ രീതിയിൽ തന്നെ തഴയപ്പെട്ട 2 താരങ്ങളാണ്. ചിത്ര കോടതി വിധി അനുകൂലമായി നേടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിത്രയ്ക്ക് മാത്രം ഇനി യോഗ്യത
ലഭിക്കുകയാണ്. ഈ രണ്ട് കായിക താരങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ സിജിനെ പോലൊരു കോച്ച് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ സാഹചര്യമല്ല ഉണ്ടാകുമായിരുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ കാര്യത്തിലും അനുകൂലമായ ഒരു നിലപാട് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിക്കേണ്ടതല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഒരു മാനദണ്ഡം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത് ആദ്യം തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ലംഘിക്കപ്പെട്ടു എന്നത് ഇത്രയും ഉള്ള ചർച്ചകളിൽ നിന്നും മറ്റ് ഇതുവരെ വന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാണ്. അതിപ്പം ഏഷ്യൻ അതിനൊരു അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു യോഗ്യതാ മാർക്കുണ്ട്. എൻ്റെ ഒരു അറിവ് ഓർമ്മ അനുസരിച്ച് 4 മിനിറ്റ് 0.7 സെക്കൻഡാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തവർക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഒരു കോണ്ടിനെൻറ്റിലെ ഒരു മേഖലയിലെ ചാമ്പ്യന്മാരെ പങ്കെടുക്കാം എന്ന രീതിയിൽ. അപ്പം തീർച്ചയായിട്ടും ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റിലെ വിജയികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത്രയും സുധാ സിംഗും അതേപോലെ ബർമനും എല്ലാം തന്നെ ഇതിലേക്ക് യോഗ്യത നേടേണ്ടിയിരുന്നത്. അപ്പോൾ അതിൽ 2 പേരെ മാറ്റി നിർത്തി 2 പേർക്ക് അതിൽ അവസരം കൊടുക്കുന്നു, 3 പേരെ തള്ളിക്കളയുന്നു. അവിടെ തന്നെ ഈ ഒരു വലിയ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് വീണ്ടും തിരിച്ചെടുക്കുന്ന സമയത്ത് ഒരാളെ തിരിച്ചെടുക്കുന്നു, 2 പേരെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരേ മാനദണ്ഡം തന്നെ ചെയ്യണം. പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ഇതിൽ 5 പേരെയും പങ്കെടുപ്പിക്കണം. നേരത്തെ സെലക്ട് ചെയ്ത 2 പേരെയും ഒപ്പം ഈ 3 പേരെയും. ഈ 3 പേരെ പങ്കെടുപ്പിക്കുന്നില്ലെങ്കിൽ നേരത്തെ സെലക്ട് ചെയ്ത 2 പേരെ പങ്കെടുപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ 3 പേരെ പങ്കെടുപ്പിക്കുമ്പോൾ 2 പേരെയും പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് അത്ലറ്റിക് ഫെഡറേഷൻ സുതാര്യമായിട്ട് ഉള്ള മാനദണ്ഡങ്ങളാണെങ്കിൽ അത് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ PT ഉഷയുടെ പേര്, അഞ്ജു ബി ജോർജിൻ്റെ പേരൊക്കെ നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ അത് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ 2 അത്ലറ്റുകളെയും എൻ്റെ ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് എന്നുള്ളതിൽ എൻ്റെ കരിയർ തുടങ്ങുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഈ 2 പേരും രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിന് വേണ്ടി അത്ലറ്റിക്സിന് വേണ്ടിയിട്ട് ഒരുപാട് വിയർപ്പൊഴുക്കിയ ആൾക്കാരാണ്. PT ഉഷ എന്ന് പറയുന്ന അത്ലറ്റ് 100-ലധികം അന്താരാഷ്ട്ര മെഡലുകൾ ഇന്ത്യക്ക് വേണ്ടി നേടിയ ഒരേ ഒരു ഇന്ത്യൻ അത്ലറ്റാണ്. അഞ്ജു ബി ജോർജ് നമ്മൾ ഈ സിജിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിത്രയുടെ പേര് ഇതിലില്ല എന്ന കാര്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെയോ കേരളത്തെ അറിയിക്കാമായിരുന്നു. അത് മറച്ചു വെച്ചു എന്നുള്ള ഒരു ആരോപണമാണ് സിജിൻ ഉന്നയിക്കുന്നത്. അത് മറച്ചു വെച്ചല്ലോ. നമ്മളിപ്പോൾ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അതിൽ കമ്മിറ്റി ജൂറി അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ ജൂറി അംഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് എല്ലാ പത്രക്കാരോടും മറ്റുള്ളവരോടും പറയുന്നത് സത്യത്തിൽ ശരിയല്ലല്ലോ. അത് പ്രഖ്യാപിക്കേണ്ടത് അതിൻ്റെ ചലച്ചിത്ര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെയർമാനോ ആരെങ്കിലും ഒക്കെയാണ്. അതേപോലെ തന്നെ ഒരു സർക്കാർ നിരീക്ഷകയാണ് ഇവിടെ PT ഉഷ. സർക്കാരിൻ്റെ ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ. സ്വാഭാവികമായിട്ടും അവരല്ല അത് പറയേണ്ടത്, അവരത് പറയാനും പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാലാണ് അത് തെറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സ്പോർട്സ് സുതാര്യമായിരിക്കണം, സ്പോർട്സിലെ സെലക്ഷൻ സംവിധാനം സുതാര്യമായിരിക്കണം എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ് അത് പാലിക്കപ്പെടേണ്ടത്. അവർക്കുള്ള ചില നിബന്ധനകളുണ്ട്. നിങ്ങളിപ്പോൾ അതിലില്ല എന്നുള്ളത് പുറത്ത് വന്ന് പത്രക്കാരോടോ മറ്റുള്ളവരോടോ പറയല്ല അതിൻ്റെ ശരി. അത് അവർ ചെയ്തത് അക്കാര്യത്തിൽ പൂർണ്ണമായും ശരിയാണ്. ഉഷയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ചിത്രയെ ഒതുക്കിയത് കൊണ്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചത് കൊണ്ട് ഒളിമ്പ്യൻ PT ഉഷയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു സാധ്യതയില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, 100 അന്താരാഷ്ട്ര മെഡലുകൾ നിസ്സാരല്ല അത്ലറ്റിക്സിൽ. ചിത്ര അങ്ങനെ ഒരു ആരോപണം ചിത്രയായിട്ട് ഉന്നയിക്കുന്നുണ്ടോ? PT ഉഷയ്ക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു, ചിത്രയെ ഒഴിവാക്കണം എന്ന രീതിയിൽ എന്ന് തോന്നുന്നുണ്ടോ ചിത്രയ്ക്ക്? ഇല്ല, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ആരെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല. മറ്റൊന്ന്, ഈ ഭുവനേശ്വറിൽ 4 മിനിറ്റ് 17.92 സെക്കൻഡിലാണ് ചിത്ര ഫിനിഷ് ചെയ്തത്, ഏറ്റവും മികച്ച സമയം. അതിനുശേഷം ഗുണ്ടൂരിലേക്ക് എത്തുമ്പോൾ 5 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തോടു കൂടി തന്നെയാണ് വീണ്ടും മത്സരിക്കേണ്ടി വന്നത്. എന്താണ് ചിത്രയോട് കൃത്യമായും പറഞ്ഞിരുന്നത്? ഈ ഭുവനേശ്വറിലെ പ്രകടനം തന്നെയാണ് യോഗ്യത എന്ന് കൃത്യമായി തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, ATF ഫസ്റ്റ് കൊണ്ടുപോകുന്നതാണ് അറിഞ്ഞത് ഈവൻറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു വേൾഡ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, ലോക മീറ്റിൽ പോകാൻ ഇതാണ് യോഗ്യത എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അറിഞ്ഞത്. ചിത്ര പറഞ്ഞു കേട്ട അറിവല്ലാതെ ചിത്രയോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. നേരിട്ട് അങ്ങനെ ആരും പറഞ്ഞില്ല.